വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇഞ്ചമ്പുളി, ഇഞ്ചിപ്പുളി, പുളിയിഞ്ചി, അങ്ങനെ പലവിധ പേരിലറിയപ്പെടുന്ന ഞങ്ങളുടെ ഇഞ്ചമ്പുളി. ഈ റെസിപ്പി എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാം ഇഞ്ചമ്പുളിയുടെ മെയിൻ താരം പുളിയും ഇഞ്ചിയും തന്നെയാണെന്ന്. അതെ, അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചധികം ഇഞ്ചി എടുത്ത് അരിഞ്ഞു വയ്ക്കണം. പിന്നെ കുറച്ച് പുളി എടുത്ത് നന്നായി പിഴിഞ്ഞ് വെക്കണം. കുറച്ച് കട്ടിയിൽ വീണേ, അധികം വെള്ളമാക്കരുത്. എന്നിട്ട് അതൊരു നല്ല കട്ടിയുള്ള പാത്രത്തിലിട്ട് അത്യാവശ്യം തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ബാക്കി ചേരുവകൾ നമുക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി, പച്ചമുളക്, അതുപോലെ കറിവേപ്പില. ഇതൊക്കെ ഇട്ടിട്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇതിൽ വേഗം പിടിക്കും. എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് എന്ത് പറയല്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ പൊടികൾ ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി, പിന്നെ ഇച്ചിരി ഉപ്പ് നമുക്ക് പിന്നെ ആവശ്യം നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മുളക് പൊടിയൊക്കെ നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണമെന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് എങ്ങനെയാണ് എരിവെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. മുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടുമ്പോൾ അതിങ്ങനെ ഇഞ്ചപ്പുളിയിൽ കിടക്കുന്നതാണ് ഒരു രസമല്ലേ. പിന്നെ ആ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ഇട്ട് കൊടുക്കണം. ചിലവർക്ക് നല്ല പുളി മുന്തി നിൽക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് മധുരം മുന്തി നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. അത് ഓരോരുത്തർക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ഇട്ട് കൊടുക്കാം. മധുരം വേണ്ടവർക്ക് കൂടുതൽ ശർക്കര ഇട്ട് കൊടുക്കാം, എരിവ് വേണ്ടവർക്ക് ശർക്കര കുറയ്ക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ അടി പിടിക്കും. ശർക്കര ബെല്ലനായിട്ട് അങ്ങനെ തന്നെയോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ശർക്കര ബെല്ലൻ അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ അതൊക്കെ ഇരുന്ന് കുറുകട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വറവുകൾ ശരിയാക്കാം. ചിലർക്ക് ഇഞ്ചമ്പുളിയിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ട് സംഭവങ്ങൾ കടിക്കുന്നത് ഇഷ്ടമായിരിക്കും. ചിലർക്ക് ഇങ്ങനെ ആ ഒരു ചാറ് പോലത്തെ മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ കടുകും മുളകും, അതായത് വറ്റൽമുളക്, അതും വേപ്പിലയും മാത്രം ഒന്ന് പൊട്ടിച്ചിട്ട് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ നമ്മൾ കടിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ നാളികേരം ചെറുതായിട്ട് അരിഞ്ഞ് നന്നായി വറുത്തിടാം. അത്യാവശ്യം നല്ല രീതിയിൽ മൂക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പച്ചവട ഇട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചമ്പുളി വേഗം കേടായി പോവും. നമ്മൾ പച്ചാറ് പോലെ കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഉണ്ടാക്കുക. നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ. എനിക്കൊക്കെ നല്ല ഇഷ്ടമായ കാരണം നമ്മൾ അത്യാവശ്യം ഉണ്ടാക്കി വെക്കാറുണ്ട്. അതേ ഇഞ്ചമ്പുളി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഇട്ടു. പിന്നെ നമ്മളെടുത്തത് കടുകും മുളകും അങ്ങനത്തെ ഐറ്റംസൊക്കെ വറവ് പൊട്ടിക്കലാണേ. നമ്മളാദ്യം കടുകിട്ടു, പിന്നെ അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് മുളക്, പച്ചമുളക് അരിഞ്ഞത്, കിഴക്കമുളകോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവ് പോലെ നോക്കിയിട്ട് ഇടാം. ഓൾറെഡി മറ്റേതിൻ്റെ ഉള്ളിൽ എരിവ് കൂടുതലാണെങ്കിൽ ഇതിലധികം ഇടണ്ട. നമ്മൾ നേരത്തെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റത്തിൻ്റെ എരിവും ഒക്കെ നോക്കിയിട്ട് ബാക്കി ഐറ്റംസ് ഇതിലിട്ടാൽ മതി. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇടാം. അപ്പോൾ നമുക്ക് ആ ഫ്ലേവറിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇഞ്ചിയുടെ ഒരു കടിക്കലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണേ. അപ്പോൾ നമ്മളിതൊക്കെ ഇട്ട് അത്യാവശ്യം നന്നായി വാട്ടിയിട്ട് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഇഞ്ചമ്പുള്ളിയുടെ മറ്റേ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. നമുക്കിതിൽ വേണമെങ്കിൽ ഇഞ്ചി കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കുമ്പോഴത്തേക്കും എന്ത് മണം വരാം. ആ പുളിയുടെ സ്മെല്ലും മധുരത്തിൻ്റെ ഒരു സ്മെല്ലും ആ പച്ചമുളകിൻ്റെ ഉള്ള അരോമയും ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കോരി കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ഇഞ്ചമ്പുളി റെഡിയായേ.